നാടകവേദിയുടെ ഖൽബ് കട്ട കള്ളൻ കുമരുവിന്റെ വിശേഷങ്ങളാണ് ഇനി. കോഴിക്കോട് കോക്കല്ലൂർ GHSS ടീം അവതരിപ്പിച്ച നാടകം കുമരു നിറഞ്ഞ കയ്യടിയും A ഗ്രേഡും നേടിയാണ് വേദി വിട്ടത്. പ്രധാന വേഷം ചെയ്ത യദുകൃഷ്ണ മികച്ച നടനായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഓ മാധവന്റെ ഓർമ്മകളിരമ്പുന്ന മണ്ണാണ്. നാടകം പെരുമഴയാകണം. മണവാളന്റെ വേഷോട്ട് പാട്ടും പാടി പറമ്പ് മുഴുവൻ മണ്ണി നടക്കൂ. നാടകം ഹൃദയങ്ങളിലേക്ക് പെയ്തിറങ്ങുന്ന കുളിരാകണം. നാടകം പുഴുക്കുത്തുകൾക്ക് നേരെയുള്ള ചാട്ടുളിയാകണം. നാടകം ഒറ്റപ്പെട്ടു പോയവന്റെ അത്താണിയാകണം. നാടകം കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റുന്ന വിളക്കുമാടമാകണം. നാടകം തിയേറ്ററിന്റെ ഭിത്തികൾ ഇളക്കുന്ന പ്രകമ്പനമാകണം. നാടകം രചയിതാവിന്റെ ചോര വീണ ക്യാൻവാസ് ആകണം. നിങ്ങളെ കണ്ടെത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് കുമരി ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കുമരി ഏറ്റവും ഒടുവിൽ പറയുന്നത്, നിങ്ങൾ തന്ന വസ്ത്രങ്ങളൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഇനി നഗ്നനായി നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പോവാണ്. എൻ്റെ ആത്മാവിനെ നിങ്ങൾ എവിടെയോ പൂട്ടി വെച്ചിരിക്കുകയാണ്, ഞാൻ എൻ്റെ കോഴിത്തൂവൽ കൊണ്ട് ആ പൂട്ട് തുറക്കും എന്ന് പറയുന്നു. നാടകം സംവിധായകന്റെ പേറ്റുനോവിനെ വരച്ചിടണം. ആ കിണർ എങ്ങനെ സ്റ്റേജിൽ കൊണ്ടുവരാൻ പറ്റും? അപ്പോഴാണ് നിതീഷ് പൂക്കാട് എന്ന് പറഞ്ഞാൽ സെറ്റ് ഡിസൈൻ ചെയ്ത നിതീഷ് ഏട്ടൻ വരുന്നത്. അപ്പം വെള്ളം നമുക്ക് കൊണ്ടുവരാം, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഫീല് ആളുകളിലേക്ക് കൊടുക്കണമെങ്കിൽ വെള്ളം വേണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നിതീഷ് ഏട്ടൻ ഉറപ്പായി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും കൂടിച്ചേർന്ന് ഒരു 20-30 ആളുകൾ സ്ഥിരമായ റിഹേഴ്സൽ ക്യാമ്പിൽ വരികയും അങ്ങനെ ആകുമ്പോൾ ഇത് സംഭവിച്ചു പോകുന്നതാണ് അത്തരത്തിലുള്ള നാടകങ്ങൾ. നാടകം മരിക്കാതിരിക്കാനുള്ള അപാരമായ പ്രേരണയാകണം. നിങ്ങളുടെ സിനിമ ചിലപ്പോൾ എൻഡെന്ന് പറഞ്ഞ രീതി കാണിക്കും, നാടകം അവസാനിക്കില്ല. കട്ടം വീഴുന്നിടത്തും നാടകം തുടരും. അതാണ് ആ വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഈ നാടകം കാണാൻ വേണ്ടി ഈ വേദിയിലേക്ക് വന്നത്. ഓളം മണം എൻ്റെ മൂക്കിലേക്ക് വന്നാലേ നാടകവേദിയിൽ നിന്നും S. അനോഷിനൊപ്പം PC സൈഫുദ്ദീൻ, ടീം മീഡിയ.